ബ്രഹ്മം, യാഹ്വേ, അള്ളാഹു. ഈ മൂന്നും വേദങ്ങൾ പറയുന്നത്, ഏത് വേദമായാലും ബൈബിളായാലും ഖുർആനായാലും പറയുന്നത് എന്താണ്? ഇതാണ് പ്രപഞ്ചമായി മാറിയത്, നാം എല്ലാമായി മാറിയത്, നമ്മുടെ ഭൂമിയായി മാറിയത്. പ്രപഞ്ചം വിട്, അതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ആരും. ഭൂമിയെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഭൂമി, നമുക്ക് വേണ്ട ഭൂമി ഉണ്ടാക്കിയത്, എല്ലാം സൃഷ്ടിച്ചത് ആ ശക്തി വിശേഷമാണ്. അതാണ് ബ്രഹ്മം, അല്ലെങ്കിൽ അള്ളാഹു, അല്ലെങ്കിൽ യാഹുവെ, അല്ലെങ്കിൽ യഹോവ, എന്തോ പറയും. അപ്പൊ ആദ്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇതെന്താണെന്നാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ആ സാധനം തന്നെ. അത് ശാസ്ത്രലോകം നാളെ കണ്ടെത്തും. ആ സാധനമാണ്, ആ സംഗതിയാണ്. സാധനം എന്ന് പറയാൻ പറ്റില്ല, ആ സംഗതിയാണ്. അതാണെന്ത്? ബ്രഹ്മം, അള്ളാഹു, അല്ലെങ്കിൽ യാഹുവെ, അല്ലെ യഹോവ. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് എല്ലാ മതങ്ങളും പറയുന്നതാണ്, അതാണ് പ്രപഞ്ചമായി മാറിയെന്ന് പറയുന്നത്. അപ്പം ഭൂമി ഉണ്ടാക്കിയത്, നമ്മളെല്ലാം സൃഷ്ടിച്ചത്, നമ്മളെല്ലാം പലതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമി ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഭൂമി ഉണ്ടാക്കിയത് മൂന്ന് തരത്തിലാണ് പറയുന്നത്. ഇവർ മൂന്നും വ്യത്യസ്തമാണെങ്കിൽ 3 ഭൂമി ഇവിടെ ഉണ്ടാകാനായിരുന്നു. 3 ഭൂമിയൊന്നും ഉണ്ടായില്ല, ആകെ ഒരു ഭൂമിയേ ഉള്ളൂ. അപ്പൊ ഇതുണ്ടാക്കുന്നത് ഒരാളെ ആവും. അതിന് പല പേര് പറയുന്നതേ ഉള്ളൂ. ഓരോ ആളേലും അവരവരുടെ ഭാഷയിൽ, നാട്ടില് ഓരോ പേരിൽ. ഏതുപോലെ ഉപ്പ് എന്ന് നമ്മൾ പറയും മലയാളികൾ. ഇംഗ്ലീഷ് മാത്രമേ അറിയുമെങ്കിൽ അവൻ സോൾട്ട് എന്ന് പറയും. ഭാഷയൊന്നും അറിയില്ല, സയൻസേ അറിയുള്ള അവൻ പറയും സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ഹിന്ദിക്കാരൻ മറ്റേ നമുക്ക് എന്ന് പറയും. എല്ലാം ഒന്നും തന്നെയാണ്, ഒന്ന് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഭൂമി 3 ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കെല്ലാം പറയായിരുന്നു ഭൂമി ഒന്നേ ഉള്ളൂ. അപ്പൊ ഉണ്ടാക്കിയത് ഒരാൾ മാത്രമാണ്, എല്ലാവരും 3 ആളല്ല, എങ്കിലും 3 ആൾ ഉണ്ടാക്കി എന്ന് പറയായിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈശ്വരനാണ്. അപ്പോൾ ആദ്യം ഒരു വാക്കിന് ഒരർത്ഥമുണ്ട്, അത് ഈശ്വരനാണ്. ആ സത്യം ആദ്യം മനസ്സിലാക്കണം. ഈ പറയുന്ന അള്ളാഹുവും, ഈ പറയുന്ന യഹോവയും, ഈ പറയുന്ന ബ്രഹ്മമെല്ലാം ഈശ്വരൻ എന്ന ഒരു പേര് കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മതി. ഈശ്വരൻ ഒരു സയൻസ് പദമായിട്ട് എടുക്കണം. ഏത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന പോലെ. ഇതിന്റെ എല്ലാ പേരാണ് ഈശ്വരൻ. അതായത് ബ്രഹ്മത്തിനുള്ള പേര് തന്നെ എന്താണ്? എല്ലാം തികഞ്ഞവൻ, എല്ലാമായിട്ടുള്ളത്, സർവ്വവ്യാപി, എല്ലാം. അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. യാഹ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാത്തിലും നിലനിൽക്കുന്നത്, എപ്പോഴും നിലനിൽക്കുന്ന, ഈ അർത്ഥത്തിലാണ്. അത് പറയുന്ന ഈശ്വരനെ പറ്റി തന്നെയാണ്. അള്ളാഹു അക്ബർ എന്നാ പറയുക. അതായത് ഏറ്റവും വലിയ ദൈവം, അത് ഏറ്റവും മാക്സിമത്തിലുള്ളതെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, അപ്പൊ അത് ഈശ്വരൻ, ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് പലവരും പല പേരിൽ പറയുന്നു എന്നല്ലാതെ ഇപ്പോഴും നമ്മളെല്ലാം പറയുന്നില്ലേ, എല്ലാ ഭാഷക്കാരും എന്ത് പറയുന്നുണ്ട്? ഏത് മതത്തിലുള്ളവരാണ് എന്ത് പറയും? ഈശ്വരൻ എന്ന് പറയും, ഗോഡ് എന്ന് പറയും. പിന്നെ ആ അർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കിയാൽ പോരെ. അതിൽ വേറെ പര്യായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്തിനാ അതിന്റെ പേരിൽ തമ്മ് തല്ലുന്ന വർഗീയത, തീവ്രവാദം, എന്തിനായി വേണ്ടാത്ത വിഷയത്തെ പറ്റി ഇങ്ങനെ തർക്കിക്കുന്ന? കാരണം സോഡിയം ക്ലോറൈഡ് ഉപ്പ് നമുക്ക് എന്നൊന്നും പറഞ്ഞ് തർക്കിക്കാതെ അവിടെ സയൻസ് സോഡിയം ക്ലോറൈഡ് എന്ന് തെളിയിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ നാളെ എന്ത് ചെയ്യും? ആ സയൻസ് തന്നെ പറയും ഈ പറയുന്ന സാധനം എല്ലാം സംഗതികൾ, ഈ പറയുന്ന സംഗതിയെല്ലാം എന്താണ്? ഈ പറയുന്ന സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കത്തോടുകൂടി തീർന്നു. ഈ തർക്കികളും വർഗീയതയും വിഭാഗീയതയും എല്ലാം പൊളിഞ്ഞ് ഇല്ലാതെയാകും. ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ആർക്കും മനസ്സിലായതുകൊണ്ട് ആൾക്കാർ, ഓരോ ഭാഷക്കാർ അവരെ ഭാവനക്കനുസരിച്ച് എന്തെല്ലോ പറഞ്ഞ് അതിന്റെ പേരിൽ ജനങ്ങൾ പലതായി തിരിഞ്ഞ് തല്ലുകയാണ്. മണ്ടത്തരങ്ങളാണ് ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതിന്റെ പിന്നാലെ നമ്മൾ പോകണോ? ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. ഈ പറയുന്നതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യം അവരൊരു വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈശ്വരൻ. അതിന് 3 പേരിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഏതൊരു വാക്കിനും ഒരു സാധാരണ നിലയിലുള്ള അർത്ഥമുണ്ട്. അത് ഈശ്വരൻ, പ്രപഞ്ചം ഏതിൽ നിന്നാണോ ഉണ്ടായത്
ആദ്യം തുടക്കത്തിലുള്ള വസ്തു എന്താണോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണോ, ആ സംഗതി എന്താണോ അതാണ് ഈശ്വരൻ. അതിനെ 3 പേരിൽ പലവരും പല ദേശത്തിൽ വിളിച്ചു എന്നേ ഉള്ളൂ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ജലം എന്ന് പറയുന്നത് പോലെ. ജലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് മലയാളികൾ ആരായാലും എന്ത് മതക്കാരായാലും ജലം ജലം തന്നെ, അത് അവിടെ കിടക്കുന്ന സാധനം. പക്ഷെ ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും എല്ലാവർക്കൊന്നും അറിയില്ല. കെമിസ്ട്രി പഠിച്ചവർക്കെല്ലാം അറിയാം ഇതിന്റെ അതെന്തെല്ലാം ഉള്ളത്. അപ്പൊ ആ ഒരു ഫോർമുല രൂപത്തിൽ വരുമ്പോൾ വേദങ്ങളിൽ അതിന് ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് കുറച്ച് സയൻസിലേക്ക് കിടക്കുന്നത്. ഓം, H2O. H2O എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തുനിന്ന് എന്തുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണ് കൂടിച്ചേർന്നിട്ട് വെള്ളമായി മാറിയിരിക്കുന്നതെന്നൊരു ധാരണ വരുന്നുണ്ട്. അപ്പൊ ഓം എന്ന് വരുമ്പോഴും അപ്പം ബ്രഹ്മത്തെ പിന്നെ ആദിമ മന്ത്രം ഓം, അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഓമായി. മറ്റേടത്ത് അത് തന്നെയാണ് ഉള്ളത്, യാഹുവയും അള്ളാഹുവും തന്നെയാണ്. ഇവിടെ അതിനെ ഓമിന് വർണ്ണിക്കുക ഒരു സയൻസ് പദത്തിലൂടെ പറയുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകതയുണ്ട്. ഈ 3ലും അത് ഉണ്ട് താനും. ഓം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ജലത്തെ H2O മാതിരി പറയുന്ന മാതിരിയുള്ള ഒരു സയൻസ് പദമായി മാറുകയാണ്. എങ്ങനെ ജലമുണ്ടായി? അപ്പൊ ഏതെല്ലോ ഹൈഡ്രജൻ എന്തെല്ലോ കൂടിയിട്ടാണ് ജലമായി മാറുന്നത്. ഓം എന്ന് പറയുമ്പോൾ ബ്രഹ്മം എങ്ങനെ ഈ പ്രപഞ്ചമായി മാറി എന്നുള്ള ഒരു സയൻസ് തത്വം മുഴുവൻ അതിലുണ്ട്, ഓമിലുണ്ട്. അത് പക്ഷെ മനസ്സിലാക്കണ്ടെങ്കിൽ കെമിസ്ട്രി പഠിച്ചാലേ H2O മനസ്സിലാവുള്ളൂ. അതുപോലെ സയൻസിലൂടെ മാത്രമേ ഓം എന്നത് കൊണ്ട് അത് പറയുന്നത് ആ ഒരു ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ചൊരു തത്വങ്ങൾ അതിനകത്തുണ്ട്. ഇത് 3ലും മറ്റേ 3ലും അത് കാണാം. ഓം എന്ന് പറയുമ്പോൾ നമ്മള് വായ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് യാഹുവേ എന്ന് പറയുമ്പോഴും സംഭവിക്കുന്നത്. അത് കുറച്ച് അടുത്തേലും കൂടിയും കടക്കുമ്പോഴേ അത് വ്യക്തമാകുള്ളൂ. കുറച്ചും കൂടിയും വിശദമാക്കണം. ഓം എന്ന് നമ്മൾ പറയുമ്പോൾ യാഹുവേ എന്ന് പറയുമ്പോഴും അള്ളാഹു എന്ന് പറയുമ്പോഴും അതിൽ ഈശ്വരനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചു പോകുന്നുണ്ട്. അത് അടുത്തത് കൂടിയും വരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. കാരണം ബ്രഹ്മം എന്നത് ഓമായി മാറി. അപ്പൊ ഇപ്പോ ഓമും യാഹുവേ അത് ഈശ്വരൻ എന്ന രൂപത്തിലാണ്. ബ്രഹ്മത്തിന് പകരം ഞാൻ ഓം എന്ന് പറയുന്നു. അത് ശാസ്ത്രീയമായിട്ട് ആ ഓമിൽ എന്തുണ്ട്, പ്രപഞ്ചമുണ്ടായ ഒരു ഘടനയല്ല, രീതിയല്ല അതിൽ പറയുന്നുണ്ട്. കാരണം ആദ്യമുണ്ടായത് ശബ്ദമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വചനമാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വചന രൂപത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മം ഓം എന്ന ഒരു ശബ്ദരൂപമാകുന്നു. മറ്റേതിലാണെങ്കിൽ യാഹുവേ എന്ന ഒരു ശബ്ദരൂപമാകുന്നു, അള്ളാഹു എന്നൊരു ശബ്ദരൂപം ആകുന്നു. ഇപ്പം നേരത്തെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ ഈശ്വരൻ എന്നൊരു പദമാണ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഓമും യാഹുവേയും അള്ളാഹുവും. അടുത്ത സ്റ്റെപ്പ് കുറച്ച് സയൻസിലേക്ക് കടന്നു. ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്നതിനുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു. ഇനി നമ്മള് അതായത് H2O, ജലം എന്നത് H2O എന്ന രൂപത്തിലേക്ക് മാറി. ഈശ്വരൻ ഓമായി, ഈശ്വരൻ അല്ലാഹു എന്ന രൂപത്തിലായി, ഈശ്വരൻ യാഹു എന്ന രൂപത്തിലായി. ഏതുപോലെ ജലം H2O എന്ന രൂപത്തിൽ ആകുന്നത് പോലെ. ഇനി കുറച്ചുകൂടി സയൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറച്ചുകൂടി സയൻസിലേക്ക് കടക്കുമ്പം ഓം എന്ന് പറയുന്നത് വചനമാണ്. ഇതെല്ലാം വചനങ്ങളാണ്. അപ്പം ബ്രഹ്മം നിർഗുണമായ സാധനം വചനമായി മാറി, ഭാഷകളായിട്ട് മാറി, നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് മാറി. ഇനി നമുക്ക് കുറച്ച് സൂക്ഷ്മമായി നോക്കണം. ഒരു ഫിലിമില് അല്ലെങ്കിൽ ഒരു TV-യിൽ നമ്മളൊരു സംഭവാദ്യം കാണിക്കും.
നമ്മളല്ല കാണിക്കുന്ന ആ ടി വിക്കാർ അവരെ ക്യാമറ ട്രിക്കാണ്. ക്യാമറ ട്രിക്കിൽ കാണിച്ചിട്ട് അതിൽ എന്താ സംഭവം, ഒരു അടി നടക്കുന്നതാണെങ്കിൽ ആദ്യം വലിയൊരു പടം കാണിക്കും, എന്നിട്ട് അതിനെല്ലാം ഇങ്ങനെ സൂം ചെയ്തിട്ട് കാണിക്കും. അതുപോലെ ഇവര് ഓമിനെയും യാഹുവേനെയും അള്ളാഹുവിനെയും സൂം ചെയ്യാൻ പോവുകയാണ്, കുറച്ച് വിസ്തരിച്ച് കാണിക്കാൻ പോകുന്നു. അപ്പം ഓമിൽ 3 അക്ഷരങ്ങളുണ്ട്. ആ ഊമ് അതിന് സമാനം തന്നെയാണ് യാഹുവേലും ഉള്ളത്, അതിന് സമാനമാണ് അള്ളാഹുവിലും ഉള്ളത്. എന്താണെന്ന് നോക്കാം. ഏതിൽ പോലെ H2O എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. കുറച്ച് കെമിസ്ട്രി ആയിപ്പോയി, സാധാരണ ജനത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവിടെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ അവിടെ നിർത്തിക്കോളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കരുത്. അല്ലാതെ ഭാഷാ പണ്ഡിതർ കയറിയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കും. ഭാഷാ പണ്ഡിതർക്ക് പിന്നെ ഇതൊന്നും ആവശ്യമൊന്നുമില്ല, അവരുടെ ഭാഷ വെച്ച് കസർത്തും. പണ്ട് ഒരു പൂവ് വീണപ്പോൾ വീണ പൂവേ എന്നും പറഞ്ഞൊരു കവിത, അതെല്ലാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ആകാശത്തിലെ നക്ഷത്രമായിരുന്നു പണ്ട് ഇതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മണ്ടന്മാർ എന്ത് വിചാരിക്കും, ജനങ്ങൾ വായിക്കുന്നവർ ആ പണ്ട് ഈ പൂവങ്ങ് ആകാശത്തിലെ നക്ഷത്രമായിട്ട് കിടന്നിരുന്നു എന്നെല്ലാം അങ്ങ് വായിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു സയൻസ് പഠിക്കുന്നവനാണെങ്കിൽ ഒരു പൂവ് വിഴിഞ്ഞു, അതിന് ഇത്ര ഏതാളുണ്ട്, തീർന്നു, കാര്യം തീർന്നു. പക്ഷെ ഭാഷാ പണ്ഡിതൻ അതല്ല, വ്യാഖ്യാനിച്ച് മതങ്ങളാക്കി, പിന്നെ തീവ്രവാദമാക്കി, തലക്ക് പിടിച്ചു, കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെയും കൂടി, ആകെ കുളമായി. ഇപ്പൊ സയൻസിലേക്ക് വന്നു, അവിടെ നിർത്തുക ആര്? അധികം സയൻസ് പിടിയില്ലാത്തവർ. എന്നാലും കുഴപ്പമില്ല, കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോഴ് ആ ഊ മാ, പക്ഷെ അതിന്റെ പിന്നിൽ സയൻസ് ഉണ്ട്. വചനമായി, തരംഗമായി, പല രൂപമായിട്ട് പോവുകയാണ്. ഇനി അത് പഠിക്കടിക്ക് മാത്സിലെ അഡ്വാൻസ് ഫോമിലേക്ക് പോകണം. ക്വാണ്ടം മെക്കാനിക്സും എല്ലാം അപ്പുറം കഴിഞ്ഞിട്ട് തരംഗ രൂപത്തിന്റെ ഫോറിയർ സീരീസ്, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണ്ട് എഞ്ചിനീയറിംഗിന്റെ മാത്സിമം എത്തുമ്പോൾ ഇതെല്ലാം പഠിക്കുക. മാത്സിന്റെ അങ്ങെത്തുമ്പോൾ കുറെ വേവ് ഫോമുകൾ അനലൈസ് എല്ലാം ഉണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനത്തെ വിഷയമാണ്, ഒരുമാതിരി ആർക്കൊന്നും തലയിൽ കയറില്ല. വചനമാണ്. ഇവിടെ ആ ഊമ, ഇപ്പൊ നമ്മള് ആ ഊ മ എന്ന് പറയുമ്പോഴുള്ള ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ യാ ഹു വേ എന്ന് പറയുമ്പോഴും സാമ്യത കാണാം. അള്ളാഹുവേ, അള്ളാഹു എന്ന് പറയുമ്പോഴും ആവും ഊവും അവിടെ വരുന്നുണ്ട്. പക്ഷെ മറ്റേടത്തൊരു ലാ വരുന്നുണ്ട്, അവിടെ മാത്രം കുറച്ച് പന്തികേടുണ്ട്. ഇതെന്തുകൊണ്ട് പന്തികേട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാഷ മറ്റേലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒരു ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ പേര് പണ്ട് സ്പെല്ലിങ് PRAMODHE ആണ്, നീട്ടി വലിച്ച് എഴുതുമായിരുന്നു. അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു, PRAMODH. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തിയപ്പോൾ SLCക്ക് അപ്പോഴാണല്ലോ പേര് ചേർക്കുന്നത്. അപ്പോൾ അതൊരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. അങ്ങേരെ ശരിക്കും എഴുതി വെച്ചു PRAMOD, ചുരുക്കി കുറെ എടുത്ത് കളഞ്ഞ് PRAMOD. ഞാൻ നോക്കാനും പോയില്ല. പിന്നെ കിടക്കട്ടെ, ഇനി PRAMOD. പിന്നെ എപ്പോഴും PRAMOD. പിന്നെ പലവരും എഴുതിക്കൊണ്ട് വരുമ്പോൾ വല്ലതുമെല്ലാം അയക്കെല്ലാം ചെയ്യല്ലോ, ഇങ്ങോട്ടെല്ലാം എഴുത്തെല്ലാത്തെല്ലാം ആകുമ്പോൾ എല്ലാം PROMOD ആവും, A പോയിട്ട് O ആയി. എന്നാലും മലയാളത്തിൽ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ പ്രമോദ് എന്ന് പറഞ്ഞാൽ പ്രമോദ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഭാഷാ പണ്ഡിതരെല്ലാം വ്യാഖ്യാനിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് അതെല്ലാം അവർ തീർക്കട്ടെ, അവരുടെ പ്രശ്നങ്ങളാണ്, അവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, അതിൽ നിന്നും കുറച്ചുകൂടി സൂം ചെയ്തിട്ട് 3 അക്ഷരം ഓം എന്നതിന് ആ ഉ മ, ഈ പറയുന്ന അക്ഷരങ്ങളെല്ലാം മറ്റേതിലും എല്ലാം സമാനമായി വരുന്നുണ്ട്. അതായത് H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ജലമുണ്ടായത്. അത് പറയണ്ടെങ്കിൽ കുറെ കെമിസ്ട്രി പഠിപ്പിക്കണം, ഇവിടെ ഇരുന്ന് പറയാൻ പറ്റൂല.
അതുപോലെ ആ ഉമ എന്നീ പ്രക്രിയകളിലൂടെയാണ് എന്തായി മാറിയത്? ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ എല്ലാ ശാസ്ത്രവും യാഹൂവേ, അള്ളാഹു എന്ന് പറയുന്നത് അതിന്റെ രീതിയിൽ അവർ നോക്കട്ടെ. അപ്പൊ ആദ്യത്തെ അർത്ഥം സെയിം ആണ്, ഈശ്വരൻ. പ്രത്യക്ഷത്തിൽ കാണുന്ന സാധാരണക്കാർക്കെല്ലാം പറഞ്ഞാൽ ആ ഈശ്വരൻ ഏതാണോ പ്രപഞ്ചമായി മാറിയ ആ സാധനം തന്നെ. അതിന് പല പേരിൽ വിളിച്ചിരിക്കുന്നു. പിന്നെ അതിനെ കുറച്ച് സയൻസിലേക്ക് പോകുമ്പോൾ ഫോർമുല രൂപത്തിലാകുകയാണ്. അത് ഓമായി, പിന്നെ മായായി. അത് പറയുമ്പോഴുള്ള നമ്മളുടെ ചുണ്ടുകളുടെ അല്ല രീതി ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഏകദേശം യാഹുവേ എന്നതിലേക്കും എത്തും. അള്ളാഹുവിൽ ഒരു ചെറിയ ഇവിടെ കയറി വരുന്നുണ്ട്. ഭാഷയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഭാഷാ പണ്ഡിതർ കൈകാര്യം ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. ആ കാര്യത്തിൽ ഞാനും കുറച്ച് കൺഫ്യൂഷനാണ്. എന്താണ് ഈ ലാ? കാരണം അത് ഒരു പൊരുത്തം മറ്റേ രണ്ടും ഒത്തു വരുന്നുണ്ട്. അത് ഭാഷാ പണ്ഡിതർ കൈകാര്യം. പക്ഷേ ഇതേപോലെ തന്നെ ആ ഉമ എന്ന് പറയുന്നതിന് സമാനമായി ഖുറാനിലും വേറെ 3 പദങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആ ഉമ എന്നെല്ലാം പറയും. ഇവിടെയുള്ള ആത്മീയവാദികൾക്കൊന്നും ഈ ആ ഉമ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2-3 പദങ്ങളുണ്ട്. അലീഫ്, ലാം, മിം. അലീഫ് അവിടെ ഒരു ആ വരുന്നുണ്ട്. ലാം, ലാം, മിം. ഇങ്ങനെ ചില പദങ്ങള് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഇത് 3 അല്ല, 1 തന്നെ. പറയുന്നതല്ല, ഇക്കാര്യത്തിലല്ല 1 തന്നെയാണ്. ചെറിയ ചെറിയ ഭാഷാ പണ്ഡിതർ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി നോക്കുന്ന കാര്യമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതിലെല്ലാം എന്തുണ്ട്? ചില അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വേദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് ആ ഊമ എന്താ ഈ ഇവന്മാർ പറയുന്നതെന്നൊന്നും ഭാഷാ പണ്ഡിതന്മാർക്കൊന്നും കിട്ടിയില്ല. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വ്യാഖ്യാനമൊന്നുമല്ല. അതിലൂടെ കൊണ്ട് ഒരു കെമിസ്ട്രി അധ്യാപകൻ ഒരു കുട്ടി എങ്ങനെ മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് അങ്ങേർക്ക് കുറേ തത്വങ്ങൾ, ആറ്റം എന്താണ്, ഹൈഡ്രജൻ എന്താണ്, ഓക്സിജൻ എന്താണ്, അത് എന്തുകൊണ്ടാണ് കൂടിയത്, അതിന്റെ പിന്നിലുള്ള തത്വം എന്താ, ഇങ്ങനെ പല കാര്യങ്ങളും ഏതിലുണ്ട്? ഈ ആ ഊമ എന്നതിനെ കൊണ്ട് ഉണ്ട്. കാരണം നമ്മള് ഒരാളെ ഇങ്ങനെ കാണിച്ചാൽ അതിന്റെ വലിയ അർത്ഥം എന്താ മിണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളെ വായ് കൂട്ടി മാത്രം കാണിച്ചാൽ പോരെ. വായ് കൂട്ടിയാൽ അതെന്റെ ഇഷ്ടമാണ്, വായ് തുറക്കണോ വേണ്ടതെന്ന്. ഒരു വടിയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ, വിരളും കൂടിയും വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പാടില്ല. അപ്പൊ അതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിണ്ടത് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ടാതിരിക്കുന്നു എന്നും ചിന്തിക്കാം. പക്ഷെ ഇതല്ല, ഒരു കർശനമായ നിയന്ത്രണം. നീയുടെ മുണ്ടിപ്പോരുന്നു, വേറൊരു ഫോഴ്സും അവിടെയുണ്ട്. അതേപോലെ ആവുമാക്കെല്ലാം കുറച്ച് സയൻസ് തത്വങ്ങൾ അതിൻ്റെ അത് പിന്നിലുണ്ട്. യാഹു എന്നെല്ലാം പറയുമ്പോൾ ആ തരത്തിൽ തന്നെ കാണണം. അത് ഭാഷാ പണ്ഡിതർ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല, സാധാരണ ജനത്തിന്റെ പരിധിയിലും വരുന്നില്ല. കാരണം ഈശ്വരൻ എന്തായി മാറി? ആദ്യം വചനമായിട്ട് മാറി, ശബ്ദമായിട്ട് മാറി. ആ ശബ്ദമായിട്ട് മാറുമ്പോൾ പിന്നെ അതിന്റെ 3 കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം കുറച്ച് കടന്ന പ്രയോഗമാണ്. അതെല്ലാം മാത്സിന്റെ ഇതെല്ലാം മാത്സിലൂട്ടിയാണ്. കുറച്ച് നമ്മളിപ്പോ ഈ ദ്രവ്യെല്ലാം കാണുന്നത് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതിന്റെ അടിസ്ഥാന ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കുറെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതെല്ലാം അങ്ങ് തരംഗരൂപത്തിൽ അങ്ങ് പോവുകയാണ്. സംഗതി നമ്മളെ കൈവിട്ടു പോവുകയാണ്. എങ്ങനെ? വേറെ രൂപത്തില്. അത് ശാസ്ത്രലോകത്തിന്റെ തലയിലേക്ക് ഇട്ടു. ആ ഊ മാ എന്നെല്ലാം പറയുമ്പോൾ ആ ശബ്ദമുണ്ട്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് മോഡേൺ ഇലക്ട്രോണിക്സിൽ നമ്മൾ ശബ്ദം പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ വ്യത്യാസത്തിൽ തിരിച്ചറിഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലോ അറബിയിലോ എന്തിലും മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. അതെല്ലാം ആർക്ക് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകൂ? അതെല്ലാം ഇലക്ട്രോണിക്സിന്റെ അങ്ങനത്തെ അറ്റം നിൽക്കുന്നവരാണ് അതെല്ലാം ആക്കുന്നത്. നമ്മൾ പറയുന്നത് അവർ വേറെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ശബ്ദം ഇപ്പൊ ശബ്ദത്തിന്റെ രൂപത്തിലേക്ക് പോകുമ്പോൾ ആ ടെക്നോളജി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു ഭാഷയെ പറഞ്ഞാൽ മതി, ആ സാധനം വേറെ ഭാഷയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ ഏതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്? നമ്മളെ കുഴപ്പത്തിന്റെ എല്ലാം പിന്നാലെ ഈ വർഗീയതയെല്ലാം ഉണ്ടാകുന്നത് ഈ ശബ്ദമാണ് ഇട്ടിട്ട് കലക്കുന്നത്. ഈ കരയെല്ലാം ഒന്നുമല്ല, ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നുമല്ല.
ശബ്ദമാണ്. വർഗീയ വിദ്വേഷം പോകുന്ന പ്രസംഗങ്ങൾ അടിച്ചു കൊടുക്കും. കുറെ മണ്ടന്മാർ അതിന്റെ പിന്നാലെ കൂടിയിരുന്നിട്ട് തമ്മിൽ തല്ലി മരിക്കുകയാണ്. ഏതാണിത്? വചനം, ശബ്ദം. അപ്പൊ അതിന്റെ ഫോം എന്ന് പറയുന്ന അങ്ങ് എത്തിപ്പോയി. അപ്പോഴേ പറഞ്ഞുകൊണ്ടുവന്നത് പ്രപഞ്ചം, നിർഗുണമായ ഈശ്വരൻ, അതിന് പല പേരിലും പറയും. അത് ബ്രഹ്മമായിട്ട് പ്രപഞ്ചമായി മാറുന്നതിന്റെ പിന്നിലുള്ള വലിയൊരു പ്രക്രിയയാണ് ഈ സയൻസിലൂടെ, ഈ വാക്കുകളിലൂടെ അവർ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഓമിന്റെ അർത്ഥം ശിവൻ ഇനി ശിവൻ എന്നെല്ലാം പറയുമ്പോൾ എന്തോ ആയിട്ടൊന്നും ചിന്തിക്കണ്ട. അതെല്ലാം സയൻസ് പദങ്ങളാണ്. ശിവൻ, ഗണപതി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഇങ്ങനെയുണ്ട് ചിന്തിക്കണ്ട. സയൻസ് പദങ്ങളാണ്. ഗണപതി എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഗണപതിയോട് ചോദിക്കുമ്പോൾ പറയുന്നു ഓമിന്റെ അർത്ഥം പറഞ്ഞാന്ന് പറഞ്ഞാൽ ചെവിട്ടിലാണ് പറഞ്ഞു കൊടുത്തത്. എന്തുകൊണ്ടാ ചെവിട്ട് പറഞ്ഞതെന്നറിയോ? രഹസ്യമാണെങ്കിലേ നമുക്ക് എന്തുണ്ടാവും? ആകാംക്ഷയുണ്ടാവും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ആ ആകാംക്ഷ കിടക്കുകയാണ്. ഓമിന്റെ അർത്ഥം, ആ ഊമാന്റെ അർത്ഥം, യാഹുവേ എന്നതിന്റെ അർത്ഥം, അള്ളാഹുവേ എന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ എല്ലാം ആ ഒരു ആകാംക്ഷ നമ്മൾ വെക്കുകയാണ്. ഏതുവരെ? അതിന്റെ രഹസ്യം നമ്മൾ കണ്ടെത്തുന്നവരെ. ആർക്കേത് കണ്ടെത്താൻ പറ്റൂ? സയൻസ് പഠിച്ചവന് മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം പറയും പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ഈശ്വരന്. അവർ അതിനെന്തോ ടെക്നിക്കൽ ഇംഗ്ലീഷ് പേരെന്തോ കൊടുക്കും. നമ്മളെ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് മറ്റേ ബ്രഹ്മമോ ഈശ്വരനോ വരും. നമ്മളെ ബൈബിളിലേക്ക് വരികയാണെങ്കിൽ എന്തായിട്ട് മാറും? മറ്റേ ഗോഡെന്നോ അല്ലെ കർത്താവെന്നോ യാഹു എന്നോ എന്തോ എല്ലായിട്ട് മാറും. നമ്മളെ ഖുർആനിലേക്ക് വരികയാണെങ്കിൽ എന്തായിട്ട് മാറും? അള്ളാഹുന്നേ വേറെ എന്തെല്ലായിട്ട് മാറും. അത് ഭാഷാ പണ്ഡിതര്. പക്ഷെ സയൻസിൽ അതിനൊരു പേര് കൊടുക്കും. അത് വേറെ ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് പോലെ. സോഡിയം ക്ലോറൈഡ് സയൻസിലാണ്. നമ്മളെ ഭാഷയിലെല്ലാം വരുമ്പോൾ എന്തെല്ലായി മാറുന്നുണ്ട്? ഉപ്പ് എന്നും നമുക്ക് എന്നും. കാരണം നമുക്ക് പിന്നെ സോൾട്ട് എന്നും. കാരണം നമുക്ക് ഭാഷാ പണ്ഡിതർക്ക് തമ്മിൽ ഇപ്പൊ എങ്ങനെയൊക്കെ മറ്റവന്റെ പരിപാടി കയറാൻ വേണ്ടി നടക്കുകയാണല്ലോ അവന്റെ കുറ്റം. അപ്പൊ ഇങ്ങനെ പേരിലെല്ലാം വല്ല വ്യത്യാസങ്ങൾ ഉണ്ടായാലേ നമ്മളെ കാര്യം സാധിക്കും.